നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.2 ആണ്. 5.2ലെ തേർഡ് ക്വസ്റ്റ്യൻ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ nth ടേം, അതിന്റെ ഡെഫിനിഷൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു പാർട്ട് കാണുന്നതിന് മുമ്പ് കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ട് 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എക്സസൈസ് 5.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നുള്ളതാണ്. നോക്കുക എന്തൊക്കെയാണുള്ളത്. എ ഉണ്ട്, ഡി ഉണ്ട്, എൻ ഉണ്ട്. ഫസ്റ്റ് കേസിൽ എന്ത് മിസ്സിംഗ് ആണ്? എ എൻ മിസ്സിംഗ് ആണ്. എ എൻ മീൻസ് nth ടേം. അപ്പൊ അത് വളരെ ഈസിയാണ് കണ്ടുപിടിക്കാനായിട്ട്. നമുക്കറിയാം എ ന്റെ ഫോർമുല എന്താണ്? എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് ഇത് ചെയ്യണം. ഈസി ആണെന്ന് പറഞ്ഞിട്ട് നോക്കിയൊന്നും പഠിക്കരുത്, എല്ലാവരും ചെയ്ത് തന്നെ നോക്കണം. സോ അപ്പൊ ഇവിടെ നോക്കുക, എ എന്താണ്? 7 പ്ലസ് എൻ മൈനസ് 1. എൻ എത്രയാണ്? 8. 8 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 8 മൈനസ് 1 എത്രയാണ്? 7. 7 ഇൻറ്റു 3. അപ്പൊ ഇതാണ് ആദ്യം ചെയ്യാനായിട്ട്. 7 പ്ലസ് 7 3s are 21. 21 പ്ലസ് 7 is equal to 28. Therefore, an is equal to 28. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ an ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഫിൽ ചെയ്യാം. 28. ഓക്കെ, അപ്പൊ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ട് തന്നെ ഇതിലെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എ മൈനസ് 18, ഡി ഇല്ല, 10 എൻ ഉണ്ട് 10, എ എൻ എന്താണ്? 0. സോ അവിടെ നമുക്ക് എ ന്റെ ഫോർമുല കൊടുത്താൽ മതി. എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. കാരണം എ എൻ 0 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ 0 കൊടുക്കാം. എക്ക് എന്ത് കൊടുക്കാം? മൈനസ് 18 പ്ലസ് എൻ മൈനസ് 1. എൻ എത്രയാണ്? 10. സോ 10 മൈനസ് 1 ഇൻറ്റു ഡി നമുക്ക് അറിയില്ല. സോ ഡി അതാണ് കിട്ടാൻ മതി. ഈ മൈനസ് 18 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് പ്ലസ് 18 ആവും. 18 ഇസ് ഈക്വൽ ടു 10 മൈനസ് 1 ഇൻറ്റു ഡി, അതായത് 9d എന്ന് വരും. ഈ 9 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് 18/9 ഇസ് ഈക്വൽ ടു ഡി. 2 ഇസ് ഈക്വൽ ടു ഡി, അല്ലെങ്കിൽ d ഇസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡിയുടെ വാല്യൂ 2 എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ 1 2 ശരിയായി. ഇനി അടുത്ത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യനിൽ നോക്കുക, എ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. സോ അപ്പൊ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. എ എത്രയാണ്? മൈനസ് 5 ഇസ് ഈക്വൽ ടു എ നമുക്കറിയില്ല, പ്ലസ് എൻ എത്രയാണ്? 18 മൈനസ് 1 ഇൻറ്റു ഡി എത്ര? ഡി എത്രയാ? മൈനസ് 3. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് -5 ഇസ് ഈക്വൽ ടു എ. ഇവിടെ ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് 18 മൈനസ് 1 ഇൻറ്റു -3 ആണ്. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല് പ്ലസ് 18 മൈനസ് 1 എന്ത് കൊടുക്കാം? നമുക്ക് 17 ഇൻറ്റു എന്ത് കൊടുക്കണം? -3 കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് -5 ഇസ് ഈക്വൽ ടു എ മൈനസ്, കാര്യം -3 ഇൻറ്റു 17 ആണ്. സോ മൈനസ് ഇൻറ്റു പ്ലസ് എന്താവും? മൈനസ് ആവും. സോ 17 ഇൻറ്റു -3 എന്ത് വരും? -51 വരും. ഓക്കെ, സോ -51 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് -5 പ്ലസ് 51 ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? -5 പ്ലസ് 51 എന്ത് വരും? 46 ഇസ് ഈക്വൽ ടു എ, അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു എത്ര? 46. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 46 കൊടുക്കാം. ക്ലിയർ ആണ്? അപ്പൊ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഓരോ ക്വസ്റ്റ്യൻ കഴിയുന്തോറും വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഇത് എഴുതിയെടുക്കണം. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? എ ഉണ്ട്, ഡി ഉണ്ട്, എൻ ഇല്ല, എ എൻ ഉണ്ട്. അപ്പൊ എൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവിടെ നമ്മൾ എ ന്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി. എ എൻ എത്രയാണ്? 3.6. സോ 3.6 ഇസ് ഈക്വൽ ടു എ എത്രയാ? -18.9 പ്ലസ് എൻ മൈനസ് 1. എൻ നമുക്കറിയില്ല. എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്ര? 2.5. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിച്ചാല് ഈ -18.9 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? 3.6 പ്ലസ് 18.9 is equal to എന്ത് വരും? n minus 1 into 2.5 എന്ന് വരും. ഓക്കെ, സോ ഇത് ഓക്കെ. 3.6ഉം 18.9ഉം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 22.5 is equal to ഈ n minus 1 into 2.5 അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ഉണ്ട്, അവിടെ കിടന്നോട്ടെ. ഈ 2.5 ഇപ്പുറത്ത് വരും. അപ്പൊ എന്ത് വരും? 22.5
divided by 2.5 is equal to n minus 1. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആ ഡെസിമൽ പ്ലേസ് അങ്ങ് പോകും. അപ്പൊ എന്ത് വരും, 225 divided by 25 is equal to n minus 1. അപ്പൊ ഇതിന്റെ അർത്ഥം എത്രയാണ്, ഇവിടെ നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ എത്ര പ്രാവശ്യം, 9 times. ഓക്കെ, സോ 9 is equal to n minus 1. ഈ മൈനസ് 1 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് 9 plus 1 is equal to n, 10 is equal to n, അല്ലെങ്കിൽ n is equal to എന്തെന്ന് പറയാം നമുക്ക് 10. സോ n ന്റെ വാല്യൂ കിട്ടി, നമുക്ക് എത്ര കിട്ടിയത് 10. സോ അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം 10. ഓക്കെ, സോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ഉണ്ട്, ഡി ഉണ്ട്, എൻ ഉണ്ട്, എ എൻ ഇല്ല. സോ എ ന്റെ ഫോമിൽ എടുക്കുകയാണ്. എ എൻ is equal to എ എത്രയാണ് 3.5 plus n minus 1. n എത്രയാ 105 minus 1 into d ആണ് ഇല്ലാത്തത്. d 0 ആണ് അല്ലെ, d ഉണ്ട് 0, a n ആണ് ഇല്ലാത്തത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക 3.5 plus 105 minus 1 104 into 0 ആകുമ്പോഴത്തേക്ക് 0. Therefore a n is equal to 3.5 plus 0, അല്ലെങ്കിൽ a n is equal to 3.5. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, 3.5 കൊടുക്കാം. അപ്പം ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഫുള്ളും എ എന്നിന്റെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായിരുന്നു. അപ്പൊ എ ന്റെ ഫോർമുലയാണ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടേം മിസ്സിംഗ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു വേരിയബിൾ മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് മുന്നേ ഉള്ള പാർട്ട് 5 കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു പാർട്ട് കാണാവൂ. എന്നാൽ മാത്രമേ കൂടുതലായിട്ട് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഞാൻ ആ ഓപ്ഷൻസ് ഒന്നും എഴുതിയിട്ടില്ല. 13th ടേം ഓഫ് ആൻ AP 10, 7, 4 etc. ഈസ്, ഇനിയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നില്ല. അപ്പൊ ഇതില് 30th ടേം എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം 30th ടേം എന്ന് പറഞ്ഞാൽ A30 എന്നാണ് എന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതില് 30th ടേം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം 30th ടേമിന്റെ ഫോർമുല എന്താണ്, A plus 29D. അതൊക്കെ കഴിഞ്ഞ സെക്ഷനുകളിൽ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ AN nth ടേം ആണെങ്കിൽ A plus n minus 1 into D. അപ്പം A30 ആവുമ്പം A plus 30 minus 1 ആവുമ്പോ എന്ത് വരും, A plus 29D. അങ്ങനെയാണ് ഇത് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ 100th ടേം ആണെങ്കിൽ A plus 99D. ഓക്കെ, സോ A30 is equal to A plus 29D. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇതിനെ A ആയിട്ട് എടുക്കാം. സോ 10 plus 29 into D എത്രയെന്ന് അറിയണം. D എത്രയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 7 minus 10 നോക്കിയാൽ മതി. 7 minus 10 is equal to minus 3. സോ D എന്ന് പറഞ്ഞാൽ എത്രയാണ്, -3 ആണ്. സോ അത് വിട്ടു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു എപ്പിക്കാരന് നമ്മൾ എയും എടുത്തു, എന്തും എടുത്തു, ഡിയും എടുത്തു. A30 ഇക്വേഷൻ അത് ഇട്ട് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 29 into -3 എന്ന് പറയുമ്പോഴത്തേക്ക് -87 വരും. ഓക്കെ, ഇനി 10 minus 87 എന്ത് വരും, -77. ഓക്കെ, സോ അപ്പൊ A30 is equal to -77 ആണ്. ഇത് നമ്മുടെ ഓപ്ഷൻ എത്രയാണ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിലാണ് എന്തുള്ളത്, -77 ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു രീതിയിൽ ചെയ്തതിനു ശേഷം കറക്റ്റ് ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, എഴുതിയെടുക്കാം. അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 11th ടേം ഓഫ് ആൻ AP -3 -1/2 2 etc. ഈസ്. അപ്പൊ ഇതില് 11th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 11th ടേമിന്റെ ഫോർമുല എന്തുവാ, A11 is equal to A plus 10D എന്നുള്ളതാണ്. A11 is equal to A plus 10D. A എത്രയാണ്, -3 plus 10 into D എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് A2 - A1 ചെയ്താൽ മതി. -1/2 minus of -3, -1/2 plus 3, -1 plus ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 into 3 എത്ര, 6/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. സോ D എത്രയാണ്, 5/2. അപ്പൊ D കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ വിട്ടു കൊടുക്കാവൂ. 5/2. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 പ്ലസ് ഈ 10ഉം 5ഉം കൂടി, ഈ 10ഉം 2ഉം കൂടി കട്ട് ചെയ്യാം. നമുക്കപ്പോ എന്ത് കിട്ടും, 5 കിട്ടും അവിടെ. സോ ഇവിടെ കട്ട് ചെയ്തു, എന്ത് കിട്ടി, 5. 5 5 എത്ര, 25. സോ -3 plus 25 എന്ന് പറയുമ്പോഴത്തേക്ക്
22. So A11 is 22. അപ്പോൾ A11 is equal to 22. Therefore 11th term is എത്ര 22. ഇത് ഓപ്ഷൻ ബി ആണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് തുറന്നു വെച്ചിരിക്കുക. ടെക്സ്റ്റിനകത്ത് ABCD ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതിലാണ് 22 വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. 3 നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പാർട്ട് 5. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ മുതലുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന് ചെയ്യുക. വിച്ച് ടേം ഓഫ് ദ AP 3, 8, 13, 18 എക്സെട്ര ഈസ് 78? അതായത് ഇതിൽ എത്രാമത്തെ ടേം ആണ് 78 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ടേം ഓഫ് ദ AP 3, 8, 13, 18 എക്സെട്ര ഈസ് 78? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്തു തരാം ഈ ക്വസ്റ്റ്യനിൽ നിന്നുകൊണ്ട് തന്നെ. അതായത് നമുക്കറിയാം ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് എത്ര ഫോർത്ത് ടേം, അതറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് കൺസിഡർ ചെയ്യുക ഈ 13 നമുക്ക് അറിയത്തില്ല, എത്രാമത്തെ ടേം ആണ് നമുക്ക് അറിയത്തില്ല എന്ന് കരുതുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം തേർഡ് ടേം ആണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ കൺസിഡർ 13 ആസ് nth ടേം. നമുക്ക് അറിഞ്ഞൂടാത്തൊരു ടേം ആണെങ്കിൽ, അല്ലെങ്കിൽ ടേം ആണോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ nth ടേം എന്നിട്ട് കൊടുക്കണം. സോ an is equal to 13. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. ഇവിടെ നമുക്കറിയാം ഇത് തേർഡ് ടേം ആണ്. ഓക്കെ, എന്നാലും നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി an ഫോമിൽ എഴുതണം. a+n-1 into d is equal to 30. അപ്പൊ ഇനി എന്തോ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന്റെ വാല്യൂസ് നമ്മൾ എയുടെയും ഡിയുടെയും ഒക്കെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഈ APക്കകത്ത് a എത്രയാണ് 3 ആണ് ഫസ്റ്റ് ടൈം. a മീൻസ് a1 തന്നെ. ഇവിടുത്തെ d എത്രയാണ് 8 - 3. 8 - 3 is equal to 5. അപ്പൊ നമുക്ക് ഈ എയുടെ വാല്യൂ ഡിയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. എക്ക് എന്ത് കൊടുക്കാം, 3 + n-1 into d എത്ര 5 is equal to 13. So n-1 into 5 is equal to 13 - 3 ആവും. ഈ +3 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, -3. 13 - 3 is equal to 10. n-1 into 5 is equal to 10. n-1 into 5 is equal to 10. ഒന്നുകൂടെ എടുത്ത് എഴുതി. n-1 is equal to 10/5 is equal to 2. So n-1 is equal to 2. n is equal to 3. അതായത് തേർഡ് ടേം ആണ് 13 എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ചെയ്ത എന്തുവാ, കൺസിഡർ 13 ആസ് ദി nth ടേം. സോ ഈ n-ന് 3 കിട്ടി. Therefore 13 ഈസ് എത്രാമത്തെ ടേം, തേർഡ് ടേം. ഇത്രേ ഉള്ളൂ. അതായത് അറിഞ്ഞൂടാ, നമുക്കൊരു ടേം അറിഞ്ഞൂടെങ്കിൽ അതിന് nth ടേം എന്ന് ഇട്ട് കൊടുത്താൽ n വാല്യൂ കിട്ടും. n എത്രാണോ വാല്യൂ അത്രാമത്തെ ടേം. ഇപ്പൊ n ഇപ്പൊ 4 കിട്ടിയിരുന്നെങ്കിൽ ഫോർത്ത് ടേം. ഇവിടെ നോക്കാം n is equal to 3, തേർഡ് ടേം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം ആണ് 13. ഓക്കെ, അതുപോലെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 78 വിച്ച് ടൈം ഓഫ് ദി AP എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ 78നെ നമുക്ക് ഇത് കണക്ക് ചെയ്യാം. അതാ നോക്കിക്കേ, an is equal to 78. 78നെ nth ടൈം ആയിട്ട് കൺസിഡർ ചെയ്തു. a + n-1 into d is equal to 78. a എത്ര 3 + n-1 into 5 is equal to 78. n-1 into 5 is equal to 3 അപ്പുറത്ത് പോകുമ്പോൾ സബ്ട്രാക്ട് ആവും 75. n-1 is equal to 75 divided by 5. n-1 is equal to 15 എന്ന് കിട്ടും. അതായത് 75ഉം 5ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 15 കിട്ടും. n is equal to 16. ഓക്കെ, ദാറ്റ് ഈസ്, ഇതിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ എളുപ്പവും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ ഇങ്ങോട്ട് പിക്ക് ചെയ്താൽ മതി. an is equal to 78. ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും, n-ന് 16. അപ്പൊ a16 is equal to 78. Therefore 78 is എത്രാമത്തെ ടേം, 16th ടേം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറിനെ ഞാൻ ഇങ്ങ് പിക്ക് ചെയ്തു 13. എന്നിട്ട് അത് എത്രാമത്തെ ടേം ആണെന്ന് തെളിയിച്ചു. ഓക്കെ, തേർഡ് ടേം. ആ സെയിം മെത്തേഡിലാണ് മറ്റേതും ചെയ്യുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ടേം ചോദിച്ച് അറിഞ്ഞൂടെങ്കിൽ, എത്രാമത്തെ ടേം ആണെന്ന് അറിഞ്ഞൂടെങ്കിൽ അതിനെ nth ടേം എന്ന് ഇട്ട് കൊടുക്കാം. n-ന് ഒരു വാല്യൂ കിട്ടും. അപ്പം n-ന് 16 കിട്ടിയോണ്ട് അത് 16th ടേം ആണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, n-ന് ഒരിക്കലും ഡെസിമൽ വാല്യൂസ് കിട്ടത്തില്ല. അതായത്
ഇപ്പൊ 3, 8 ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 3, 8 ഇതിനകത്ത് 5 ഒരു ടേം അല്ല, അല്ലെങ്കിൽ പോട്ടെ 6 ഒരു ടേം അല്ല, ഇവിടെ ഒരു ടേം 6 ഇല്ല. അപ്പൊ നമ്മളോട് ചോദിക്കുക വിച്ച് ടേം ഓഫ് ദി AP ഈസ് 6 എന്ന്. അപ്പൊ 6 ഇതിൽ ടേമേ അല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്നിന് കിട്ടുന്നത് ഡെസിമൽ വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആയിരിക്കും. അപ്പൊ എന്നിന് എന്ത് വാല്യൂ കിട്ടണം? കറക്റ്റ് നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണം. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ ടേം ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എക്സാമ്പിൾ ആണെന്ന് മാത്രം സൈഡിലോട്ട് എഴുതിയിട്ടേക്കുക. ശരിക്കും ക്വസ്റ്റ്യൻ ഏതാണ്, ആൻസർ ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതില് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ ഫോളോയിങ് APs. 2 AP തന്നിട്ടുണ്ട്, അതിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസ് പറഞ്ഞാൽ നമുക്കറിയാം ഏതായിരിക്കും, n ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നോക്കി ഈ APയിൽ എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് കേസിൽ എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് കേസിൽ A ഉണ്ട് 7, അതിന്റെ ഡിഫറൻസ് നമുക്ക് എഴുതാം അല്ലെ. 13 മൈനസ് 7 എത്ര വരും ഡിഫറൻസ്? 13 മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ഇനി എന്തുണ്ട്? ലാസ്റ്റ് ടേം ഉണ്ട് 205, അതിനെ നമുക്ക് AN എന്ന് എഴുതാം. AN is equal to 205. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഞാനൊന്ന് റെഡിങ് വെച്ച് മാർക്ക് ചെയ്യുവാണ്. A is equal to 7, D is equal to 6, AN എത്ര? 205. അപ്പൊ ഇതിൽ നിന്ന് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. എളുപ്പമാണ്. ANന്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി. AN is equal to A plus n minus 1 into D. ANന്റെ വാല്യൂ ഉണ്ട് 205 is equal to A എത്രയാണ്? 7 plus n minus 1. n നമുക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. D എത്രയാണ്? 6. ഓക്കെ, അപ്പൊ നോക്കാം. ഈ 7 ഇപ്പുറത്ത് വരുമ്പോൾ ഈ 6 വരത്തില്ല, ആലോചിച്ചോണം. കാര്യം 6 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കുക. ഇവിടെ എത്ര ടേംസ് ആ ഉള്ളത്? 2 ടേംസ്. 7 ഒരു ടേമും n മൈനസ് 1 into 6 മറ്റൊരു ടേമാണ്. അപ്പം ഒന്നുകിൽ ഇതിനെ മൊത്തത്തിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ 7 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, പ്ലസ് മൈനസ് കൊണ്ട് വേർതിരിക്കുന്നതാണ് ടേംസ് എന്ന് പറയുന്നത്. അപ്പം മിക്ക ആൾക്കാരും ചോദിക്കും 7 ഇപ്പുറത്ത് കൊണ്ടുവരും എന്ന് പറയുമ്പോഴത്തേക്ക് ചോദിക്കും, സാർ എന്നാ പിന്നെ 6നെ എടുത്തുകൊണ്ട് പോകൂടെ? അങ്ങനെയല്ല, ഇതെന്താണ്? ടേംസ് ആണ്. അതായത് ഈ പ്ലസിന് ഇങ്ങോട്ട് ഒരു ടേം, ഈ പ്ലസിന് ഇങ്ങോട്ട് വേറെ ടേം. അപ്പൊ ഒന്നുകിൽ ഈ ഒരു പാർട്ടിനെ ഫുൾ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിനെ കൊണ്ടുപോകാം. അപ്പൊ 7 ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 205 മൈനസ് 7 is equal to n minus 1 into 6. So 205 നിന്ന് 7 കുറയ്ക്കുമ്പോൾ 198 is equal to n minus 1 into 6. ഇനി ഈ 6 ഇത് ഒറ്റ ടേം ആണ്. ഓക്കെ, അതിൽ നിന്ന് 6നെ ഇങ്ങ് കൊണ്ടുവരാം, കാര്യം മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കും. അപ്പൊ 198 ഡിവൈഡ് ബൈ 6 is equal to എന്ത് വരും? n minus 1. So n minus 1 is equal to, ഞാൻ n minus 1 ലെഫ്റ്റിൽ എടുത്ത് എഴുതി. 198 ഡിവൈഡ് ബൈ 6 ചെയ്ത് നോക്കിയാൽ മതി, 33 കിട്ടും. ഓക്കെ, സോ n is equal to 33 മൈനസ് 1 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 1 ആവും. n is equal to 34. So there are 34 terms in the above AP. അതായത് ഈ APയിൽ എത്ര ടേംസ് ഉണ്ട്? 34 ടേംസ് ഉണ്ട്. സോ നമ്മൾ ഈ തന്നിരിക്കുന്ന APയിൽ നിന്ന് തന്നെയാണ് എല്ലാ ഡീറ്റെയിൽസും എടുത്തത്. നോക്കി, ഫസ്റ്റ് ടൈം A 7, കോമൺ ഡിഫറൻസ് 13 മൈനസ് 7 എത്ര? 6 എടുത്തു. ഈ 205 നമ്മൾ എടുത്തു, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ 205 ലാസ്റ്റ് കിടക്കുവാണ്, therefore അത് ലാസ്റ്റ് ടൈം ആണ്, അതിനെ nth ടൈം എന്ന് വിളിക്കാം. സോ നമ്മൾ എന്തെടുത്തു? ANന്റെ ഫോർമുല അപ്ലൈ ചെയ്തു. ANന്റെ ഫോർമുലയിൽ ANന് പകരം എന്തിട്ട് കൊടുത്തു? 205 ഇട്ട് കൊടുത്തു. ഓക്കെ, എക്ക് പകരം 7, ഡിക്ക് പകരം 6. ഇതാണ് ഇവിടെ നടന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ നിങ്ങളുടെ റെഡിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പം എന്നും വാല്യൂ കൊടുത്തില്ല. കാര്യം എന്തുവാ? ഇതിനകത്ത് എവിടെയെങ്കിലും എത്ര ടേം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ക്വസ്റ്റനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്നിന്റെ വാല്യൂ എത്ര വന്നു? 34. സോ there are 34 terms in this in the above AP. ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്തത് ശ്രദ്ധിക്കുക. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ നമുക്ക് ഡീറ്റെയിൽസ് എടുത്ത് എഴുതാം. A is equal to 18, D കണ്ടുപിടിക്കണം അല്ലെ. D എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 15 and 1/2 എന്ന് എന്ത് കുറയ്ക്കണം? 8 കുറയ്ക്കണം. അതാണ് അവിടുത്തെ പ്രശ്നം. 15 and 1/2 മൈനസ് 8 അല്ല, 18 ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, സോ 15 and 1/2 മീൻസ് 15 into 2 എത്ര? 30. 30 plus 1 എത്ര? 31/2 മൈനസ് 18. ഓക്കെ,
അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ മിക്സഡിനെ ഞാൻ എന്താക്കി, ഇംപ്രോപ്പർ ആക്കി. ഇനി ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. ഓക്കെ, അപ്പൊ ഈ 2 കൊണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 31 മൈനസ് 80 ഇൻറ്റു 2 എത്ര, 36/2. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി. അപ്പൊ എന്ത് കിട്ടും? 31 മൈനസ് 36/2 മീൻസ് 5/2. വെറും 5/2 അല്ല, -5/2. സോ ഡിയുടെ വാല്യൂ -5/2 കിട്ടി. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ തെറ്റിയാൽ പിന്നെ അങ്ങോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു സെക്ഷൻ വളരെ വൃത്തിയായിട്ട് ചെയ്ത് മനസ്സിലാക്കുക. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, പക്ഷെ എന്നിരുന്നാൽ പോലും കുട്ടികൾ തെറ്റിക്കുന്നുണ്ട്. അപ്പൊ തെറ്റിക്കുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് പഴയ കണക്ക് തന്നെ എന്റെ ഫോമിൽ എടുക്കാം. an is equal to a plus n minus 1 into d. an ഉണ്ടല്ലോ, അത് ഞാൻ എഴുതാൻ വിട്ടുപോയി. an is equal to -47. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. a ഉണ്ട്, an ഉണ്ട്, d ഉണ്ട്. ഓക്കെ, എന്റെ ഫോമിൽ എടുത്തു, അതിനകത്തോട്ട് an ഇട്ട് കൊടുത്തു. -47 is equal to a എത്രയാണ്, 18 പ്ലസ് n അറിയില്ല, n minus 1 into d എത്ര, -5/2. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്? എനെ, ഡിനെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നോക്കാം ഏതൊക്കെ ടേംസ്. ഇതൊരു ടേം, ഇത് ഫുൾ ഒരു ടേം. ഈ 18 ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. അപ്പൊ -47 -18 is equal to n minus 1 into -5/2. ഇവിടെ ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, -47 -18 കൂടെ -65 ആവും. അപ്പൊ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. -65 is equal to n minus 1 into -5/2. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഇനി നമുക്ക് -65 ഇവിടെ ഒരു -5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് കിട്ടും? ഇൻറ്റു -2/5 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? n minus 1. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ n minus 1 ഇൻറ്റു -5/2 ആണ്, ഇൻറ്റു ആണ്. അത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്നതിന് ഓരോ അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു ഫ്രാക്ഷൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവിടെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ a is equal to b into 5/2 ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഈ 5/2 ഇപ്പുറത്ത് വരുമ്പോൾ a into എന്ത് വരും? 2/5 is equal to b. ഓക്കെ, ഇത്രേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്നതിന് വരെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ സോ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. 5ഉം 65 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 13. ഓക്കെ, സോ 13 into 2 is equal to എത്ര? n minus 1. 30 into 2 എത്ര? 26 അല്ലേ? is equal to n minus 1. -1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. സോ 27 is equal to n, അല്ലെങ്കിൽ n is equal to എത്ര? 27. So there are 27 terms. So നമുക്ക് എഴുതാം, there are 27 terms in the given AP. അപ്പൊ സെക്കൻഡ് APയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. A എഴുതി, an എഴുതി. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ തെറ്റിക്കാതിരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്റെ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ചെയ്ത് പഠിക്കാത്ത ആൾക്കാർക്ക് ഈ വർഷം ഇത് ചെയ്യാൻ പറ്റുമെന്നേ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് 8th-ലും 9th-ലും ഒക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് കട്ട് ചെയ്ത് എഴുതുന്നതും ഡിവിഷൻ അപ്പുറത്തും മൾട്ടിപ്ലിക്കേഷൻ ആവുന്നതും ഫ്രാക്ഷൻസ് ഇംപ്രോപ്പറിലോട്ടൊക്കെ മാറ്റുകയൊക്കെ ചെയ്ത് കുറെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് നല്ല രീതിയിൽ 8th-ലും 9th-ലും ചെയ്ത് പഠിക്കാത്ത ആൾക്കാർക്ക് ഇവിടെയും അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ട് ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് കരുതിയിട്ട് ഇനി ചെയ്യാതിരുന്നിട്ടും കഥയില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക. ഓരോ ക്വസ്റ്റ്യനും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എഴുതിയെടുക്കുക. അങ്ങനെ എഴുതിയെടുത്തതിന് ശേഷം പിന്നീട് അത് വീട്ടിൽ ഇരുന്നിട്ട് കുറേ തവണ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ ഇത് എന്താവത്തുള്ളൂ, നല്ല രീതിയിൽ തറവാവുള്ളൂ. ഓക്കെ.